എല്ലാവർക്കും നമസ്കാരം. ഏതെല്ലാം വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്, എന്തെല്ലാം ജോലി ചെയ്യുന്ന ആളുകളാണല്ലേ നമുക്ക് അനുഭവങ്ങൾ അയച്ചു തന്നത്. ഇന്നലെ ഡൽഹിയിൽ നിന്നൊരു പോലീസ് ഉദ്യോഗസ്ഥ അയച്ചിരുന്നു. ഇന്നിപ്പോൾ ഒരു എക്സൈസ് ഉദ്യോഗസ്ഥൻ്റെ അനുഭവമാണ് പറയുന്നത്. വേഗം കേൾക്കാം അല്ലേ. ഞാനൊരു എക്സൈസ് ഉദ്യോഗസ്ഥനാണ്. വൈഫ് എയ്ഡഡ് സ്കൂൾ അധ്യാപികയും. വൈഫ് ജോലി ചെയ്യുന്ന സ്കൂളിൽ കുട്ടികൾ കുറവാണ്. വൈഫാണ് ജൂനിയർ ടീച്ചർ. കുട്ടികളുടെ എണ്ണം കുറഞ്ഞാൽ ജോലി പോകുന്നത് ഭാര്യയുടേതാണ്. സ്റ്റുഡന്റ് ടീച്ചർ അനുപാതത്തിന് ഒരു കുട്ടിയുടെ കുറവുണ്ടായിരുന്നു. ജൂൺ 2-ന് ക്ലാസ് തുടങ്ങും. എന്നാൽ മെയ് 28 ഒരു കുട്ടിയുടെ കുറവുണ്ടായിരുന്നു. എല്ലാ സ്കൂളിലും അഡ്മിഷൻ ക്ലോസ് ചെയ്തിരുന്നു. ഇനി ആരെയും ചേർക്കാനുണ്ടാകാൻ ഒരു സാധ്യതയില്ല. ജോലി നഷ്ടപ്പെടുമെന്ന് തോന്നി തുടങ്ങിട്ടോ. ഭാര്യയാണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളുടെ ലിസ്റ്റിൽ ഒരാളെ മാത്രം കണ്ട് സംസാരിക്കാൻ ബാക്കിയുണ്ടായിരുന്നു. എന്നാലും പ്രതീക്ഷ അസ്തമിച്ചു. കാരണം ആ കുട്ടിയെ വേറെ സ്കൂളിൽ ചേർത്ത് കാണുമെന്ന് ഉറപ്പായിരുന്നു. ആ കുട്ടിയുടെ വീട്ടിലേക്ക് പോകാൻ വണ്ടി ഓടിച്ചു കൊണ്ടിരിക്കുകയായിരുന്നേ. വെറുതെ ജസ്റ്റ് കാറിന്റെ സ്റ്റീരിയോ ഓൺ ചെയ്തപ്പോൾ കേട്ട പാട്ട് ഗുരുവായൂരപ്പൻ്റെതായിരുന്നു. ഞാൻ ഭാര്യയോട് പറഞ്ഞു, ഉറപ്പായും കുട്ടിയെ നമ്മുടെ സ്കൂളിൽ കിട്ടും, കണ്ണൻ കൂടെയുണ്ടെന്ന് പറഞ്ഞു. ആ കുട്ടിയുടെ മാതാപിതാക്കളെ കണ്ടു. കാര്യം പറഞ്ഞപ്പോൾ വേറൊരു സ്കൂളിൽ ചേർത്ത കുട്ടിയെ ഭാര്യയുടെ സ്കൂളിൽ ചേർക്കാൻ അവർ സമ്മതിച്ചു. കുട്ടിയെ ചേർത്ത സ്കൂളിൽ നിന്ന് TC വാങ്ങി ആ സ്കൂളിന് ബുദ്ധിമുട്ടുണ്ടാകാതെ ഭാര്യയുടെ സ്കൂളിൽ ആ കുട്ടിയെ ചേർത്തു. ഇതൊരു അത്ഭുതമാണ്, ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. അതിനുശേഷം വേറെ ജില്ലയിൽ നിന്ന് ഒരു കുട്ടി കൂടെ സ്കൂളിൽ വന്നു ചേർന്നു കേട്ടോ. അവസാന നിമിഷം എല്ലാം കണ്ണൻ്റെ അനുഗ്രഹം മാത്രമായിട്ട് കാണുന്നു. അതൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കൂടിയാണ് അല്ലേ. എനിക്കങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ സുഹൃത്തിന് വേണ്ടിയിട്ട് അത് ഇതേമാതിരി തന്നെ സ്കൂൾ ജോയിൻ ചെയ്യുന്ന ഒരു സമയത്ത് ലാസ്റ്റ് നിമിഷം ഒരു കുട്ടിയുടെ TC ആവശ്യമുണ്ടായിരുന്നു. എന്നോട് വന്ന് പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ. ഞാനങ്ങനെ രാത്രി, എനിക്ക് തോന്നുന്നു ഒരു 11:45 ഞങ്ങൾ വണ്ടി എടുത്ത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അവൻ പിറ്റേന്ന് രാവിലെ തന്നെ വേറെ സ്കൂളിൽ ചേർത്ത കുട്ടീനെ ഇവിടെ കൊണ്ട് ചേർത്തു. അതായിരുന്നു സൗഹൃദം എന്ന് പറയുന്നത്. അതിൻ്റെ വേറൊരു വേർഷനായിട്ട് ഇവിടെ ഇത് പറഞ്ഞപ്പോൾ ഞാൻ അതും കൂടെ ആലോചിച്ചു. എന്ത് മനോഹരമായിട്ട് ആ ടീച്ചർ ആ സഹോദരിക്ക് കരയാൻ ഭഗവാൻ സമ്മതിച്ചില്ല എന്ന് തന്നെയാണ് സത്യം. അങ്ങനെയൊക്കെയാണ് നമ്മൾ നല്ല രീതിയിൽ, നല്ല മനസ്സോടെ, സ്വസ്ഥമായിട്ട്, വേറെ ആർക്കും ഒരു ഉപദ്രവവും ഇല്ലാതെ നല്ല വാക്കുകളിലൂടെ മാത്രം ജീവിക്കുക. അപ്പോൾ നമുക്ക് നല്ലതായിട്ട് ഭഗവാൻ ഓരോ അനുഭവങ്ങളും കാണിച്ചു തരും. വേറെ വിശേഷങ്ങളൊന്നുമില്ലല്ലോ. വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം, ജോയിൻ ബട്ടണിലൂടെ വരണം. കഴിയുന്ന ദിവസമൊക്കെ നമ്മൾ കൃഷ്ണ വിഗ്രഹങ്ങൾ സമ്മാനം കൊടുക്കുന്നുണ്ട്. ഹരേ കൃഷ്ണ.